എടാ അബി, നീ എങ്ങോട്ട് ഈ ചാടിത്തുള്ളി പോണത്? എന്താടാ? എടാ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്, ഇതൊക്കെ വേണോ? എന്തായാലും വേണം. കൈപ്പൂട്ട് മനോജിനെ കഴിക്കണവൻ പെടയണം. ഉറപ്പിച്ചാ നീ ഇത് വേണമെന്നുള്ള കാര്യം? ആ ഉറപ്പിച്ച്. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ കുറുക്കമല കയറാം. നേരെ പുള്ളിയെ ചെന്ന് കണ്ട് പണി ഏൽപ്പിച്ച് വെളുക്കും മുന്നേ നമുക്ക് തിരിച്ച് മല ഇറങ്ങി പോരാ. ആ അപ്പോൾ നമ്മുടെ സൗണ്ടിൻ്റെ സ്റ്റേജിൻ്റെയും കാര്യങ്ങളൊക്കെ രാജുവേട്ടൻ നോക്കിയിട്ട് അതിൻ്റെ എന്താ വെച്ചാൽ കമ്മിറ്റി അംഗങ്ങളായി നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എന്നാൽ നമുക്ക് അങ്ങനെ ആക്കാം. ശരി അജുവേട്ടാ, ഒരു മിനിറ്റ്. ഇതിനു മുമ്പ് നടന്ന പരിപാടികൾ പോലെയല്ല ഇക്കൊല്ലം നമ്മുടെ ക്ലബിൻ്റെ 15ാമത് വാർഷികമാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ പരിപാടികൾ പോലെ പരിപാടിക്ക് പേര് വിളിക്കുന്ന സമയത്ത് ആളെ തപ്പി 10 പേര് ഓടി നടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി. ഇത് നമ്മൾ ഓൾറെഡി സംസാരിച്ച വിഷയമുണ്ണി. ശരിയാണോ ചേട്ടാ? പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ പരിപാടിയെല്ലാം അവസാനിച്ചിട്ട് ഒളിമ്പിക്കാരുടെ പരിപാടി നന്നായി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ ക്ലബിൻ്റെ ഒരു കാര്യമാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ഒപ്പം ഉണ്ടാവും. പിന്നെ എല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം, അത്രയല്ലേ ഉള്ളൂ. അപ്പം ശരി, നടക്കട്ടെ. വാ പോവാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. ചേച്ചി ടെൻഷനാവണ്ട, ചേച്ചി ഒന്ന് കൂടെ നിന്നാൽ മതി. ബാക്കി കാര്യം ഞങ്ങളിട്ടു. എന്താ സുധിയേട്ടാ? എനിക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷെ സ്റ്റേജിലേക്ക് ഒരു 50 പരിപാടികൾ ലിസ്റ്റ് തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അക്കാര്യം ചേച്ചി പേടിക്കണ്ട. കഴിഞ്ഞ കൊല്ലം സ്റ്റേജിൽ കയറാത്ത ഏതവനാണേലും അവൻ ഇക്കൊല്ലം സ്റ്റേജിൽ കയറിയിരിക്കും. അവനെ ശ്രുതി കയറ്റി. അപ്പോ ഇവിടെ ഒരു ചാൻസ് കൂടെ ഉണ്ട്. എടാ അപ്പു, ഇങ്ങോട്ട് വന്നേ. എന്നാ ഉണ്ടാക്ക്. എടാ അപ്പു, കുറച്ചു നേരമായിട്ട് നമ്മുടെ ക്ലബിലെ പരിപാടിക്ക് നീ പാട്ട് പാടാത്തെന്താ? എടാ നിന്നെപ്പോലൊരു പാട്ടുകാരങ്ങനെ മാറിയേക്കുന്നത് ശരിയല്ല. എന്റെ പൊന്ന് സുധിയേട്ടാ, ഞാൻ പങ്കെടുത്തില്ല, പേര് കൊടുത്തില്ല എന്നൊന്നും പറയരുത്. എല്ലാ കൊല്ലവും പേരും കൊടുത്ത് പ്രാക്ടീസും ചെയ്ത് ഞാൻ വന്ന് നിൽക്കും. അവസാനം എന്റെ പേര് വിളിക്കുന്നത് 12 മണിയാവും. ആ സമയമാകുമ്പോൾ മാള് പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ചേട്ടനറിയാലോ, ഞാൻ ഈ പരിപാടിക്ക് പേര് കൊടുക്കുന്നത് തന്നെ മാളുവിൻ്റെ കൂടെ പാടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ സമയത്താണെങ്കിൽ ഒരു കുഞ്ഞുപോലും ഉണ്ടാവില്ല. ഞാനില്ല സുധിയേട്ടാ. എടാ ഇക്കൊല്ലം നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. പിന്നെ നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേറൊരു പ്രോഗ്രാം കയറുള്ളൂ. അത് ഈ ശ്രുതി തരണ വാക്കാ. നീ മാളൂനെയും കൂട്ടി പ്രാക്ടീസ് തുടങ്ങടാ. ഒരു പരിപാടി ആക്കണ്ട, ഒരു 2-3 രണ്ടായിക്കോട്ടെ, കേട്ടോ? അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാവില്ല പരിപാടിക്ക്, എല്ലാവരും ഉണ്ടാവണം കേട്ടോ. ഓക്കെ. എടാ അറിഞ്ഞാ, ഇപ്രാവശ്യം എന്റെ പാട്ടാണ് ആദ്യം എന്ന് പറഞ്ഞത്. അത് മാളുവിന്റെ ഒപ്പം. ഒന്ന് പോടായിരുന്നു. എന്താടാ? മാളുവിന്റെ പാട്ടൊക്കെ ആയിരിക്കും, പക്ഷെ പാടുന്നത് നീ ആയിരിക്കില്ല, മറ്റവനായിരിക്കും. ഇന്നലെ എറണാകുളത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടെ. ഇത്തവണ കയറി പാടിയ അവനെ ഞാൻ കൊല്ലും. ഇവനെന്താണ് പറയണ? 3 കൊല്ലമായിട്ട് നീ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കണേ. ചിരിപ്പിക്കാതെ പോയടാ പൂ. എടാ വിഷ്ണു, ഇവൻ ഇതൊക്കെ ഇവിടെ കിടന്ന് കാണിക്കും. ഈ സമയം കൊണ്ട് ഒരു പരിപാടിക്ക് പേരും കൊടുത്ത് പ്രാക്ടീസ് തുടങ്ങിണ്ടാവും. ഇല്ല മക്കളെ, ഇക്കൊല്ലം നടക്കില്ല, ഞാൻ നട്ടത്തിക്കൂല. ഞാൻ ഇപ്പൊ തന്നെ മാളുവിന്റെ അടുത്ത് പോയി സംസാരിക്കാൻ പോവാ. ചെല്ലടാ, കാണാലോ നമുക്ക് എന്താണ്ടാവും പോണത്. ആടാ കാണാടാ, നീയൊക്കെ ഇവിടെ തന്നെ കാണുമല്ല. ഇക്കൊല്ലം ഞാനും മാളും കയറി പാടുന്ന പാട്ടിന് നീയൊക്കെ കൈയടിച്ചില്ലെങ്കിൽ എന്നതേ തിങ്ങനെ 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 വിളിച്ചു. കാണാ ചെല്ല്. ആ ശലഭം വഴിമാറുമാമിഴി രണ്ടിലും നിൻ സമ്മതം, ഇളനീർ പകരം തരും ചൊടി രണ്ടിലും നിൻ സമ്മതം. സമ്മതം സമ്മതിക്കൂടെ തെണ്ടി. ഒരു പാട്ട് ശരിയാക്കി തരടാ. പാടാൻ നല്ലൊരീണം നീ പങ്കുവെച്ചു തരുമോ? എന്താടാ? എന്താ പോയിട്ടാ, ഒന്ന് പതുക്കെ വിളിച്ചൂടെ? അബി, ഇത് നടക്കില്ലട്ടാ. മാളുക്കല്ല എന്റെ ഒപ്പം പാടുന്നേ. അതിനെന്താ പൂ, നിങ്ങളും പാടിക്കോ. ഞങ്ങളുടെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും പാടാലോ. ആ പൂതിമോൻ 4 മടക്കി പോക്കറ്റിൽ വെച്ചോട്ടാ. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞാനിത് കേൾക്കുന്ന. അതുകൊണ്ട് ഞാനും മാളും പാടിയിട്ട് സമയം ഉണ്ടെങ്കിൽ നീ പാടിയാ മതി. മോൻ പ്രാക്ടീസ് ഒക്കെ നിർത്തി പോവാൻ നോക്കിയേ. പോടാ പോടാ. അല്ല അപ്പോയിട്ടാ, വഴക്കുണ്ടാക്കല്ലേ. ആദ്യം അഭിയേട്ടനല്ലേ വന്നേ, അതുകൊണ്ടല്ലേ അഭിയേട്ടൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തേ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും പ്രാക്ടീസ് ചെയ്യാം. അത് വേണ്ട മാളു, ഈ തെണ്ടി മനഃപൂർവ്വം പാട്ട് തെറ്റിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, അവസാനം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടൂല. ഇല്ല അപ്പോയിട്ടാ, ഈ കൊല്ലം നമ്മൾ എന്തായാലും പാടും. അപ്പോയിട്ടിപ്പ ചെല്ല്, ഞങ്ങൾ ഇതൊന്ന് തീർക്കട്ടെ. ഇവൻ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് ഇപ്പോഴും പിടിയിട്ടാത്ത നിന്നെ മാളു. മാളു ഈ പാട്ട്
പിന്നെ കടവലെ കണ്ട കടവലെ ഇവിടെ ഒരു വഴിയുണ്ടായിരുന്നു. അതേടാ, ഇനി നിങ്ങളുടെ കൂടി ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയായിരുന്നു എടാ, പോയേ. എടാ മോനെ അപ്പു, എടാ നിങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് പാടണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ നിന്റെ അനിയഞ്ചൊക്കെ ഉള്ളിടത്തോളം കാലം ആ സംഭവം നടക്കൂല. നിങ്ങൾ ഈ കോഴ്സ് എവിടെ നിന്ന് പഠിച്ച്? ഈ സൗത്തി കുത്തുന്ന കോഴ്സായി. അവനിട്ട് കൊടുത്താലോ? ആളൊരു നാറിയാണെങ്കിൽ അവൻ എന്റെ അനിയനാണ്. തല്ലേം കൊല്ലൊന്നും വേണ്ട, പക്ഷെ അവൻ ഇക്കൊല്ലം പാടരുത്. അതിനിപ്പോ ഒരു അലമ്പുണ്ടാക്കണ്ട എങ്ങനെ? ഒരാളുണ്ട് സുഖു, അലമ്പു സുഖു. അലമ്പാ എന്തലമ്പ്? എടാ ഈ വിത്ത സാധനം തിരിച്ചെടുക്കാൻ പറ്റൂല. പിന്നെ പേർഷ്യൻ പൂച്ച എന്നും പറഞ്ഞ ഒരു കണ്ടം പൂച്ചനെ കൊണ്ടു വന്നിട്ട് ഒരുമാതിരി ആളെ പറ്റിക്കണ വർത്താനം പറയുന്നതാ. ആ പൂച്ചക്കാണെങ്കിൽ ഒരു പൂട പോലുമില്ല. എടാ നിനക്ക് പേർഷ്യൻ പൂച്ചനെ പറ്റിയിട്ട് നിനക്ക് എന്ത് കോപ്പാണ്? പേർഷ്യയിലെ കാലാവസ്ഥയാണ് നമ്മുടെ കാക്കശ്ശേരി. അതല്ല, എടാ കർക്കിടക മാസത്തെ ആദ്യം നിലാവ് പൊള്ളിക്കണം, എന്നാലാണ് അതിന് രോമം വരുള്ളൂ. എങ്കിൽ മാത്രമാണ് അതിനെ പേർഷ്യൻ പൂച്ച എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറയണ പോലത്തെ കണ്ടം പൂച്ച മുതൽ വരുള്ളൂ. കർക്കിടക മാസത്തില് ആ കർക്കിടക മാസത്തിൽ അല്ലട കയ്യിലെന്താണ്? ചാണകളാ നീ പോയിട്ട് അടുത്ത കർക്കിടക മാസത്തിലും ആയോ? അപ്പൊ പോച്ചല്ലേ വിട്ടുപിടിക്ക്. അലമ്പേട്ടാ സുഖമായിട്ടാണ് ഉദ്ദേശിച്ചത്. എന്താ നാലും കൂടി ചേട്ടൻ കൂടെ ഒരു ആവശ്യമുണ്ട്. എന്താവശ്യം? ചേട്ടൻ ഒന്നേ ഇത് പിടിച്ചടാ. ഇതെന്തേട്ടാ? മൈലാഞ്ചിടാ. മൈലാഞ്ചാണാ? അതെ, ആ പറടാ. നമ്മുടെ അബിയില്ലേ? ഏത്? നമ്മുടെ ഗംഗാട്ടിന് പോണോ? ആ അയ്യേ, എന്താ ഇവിടെ നാറ്റം? എടാ കൂച്ചു കിട്ടോ നീ? അപ്പൊ അവനിക്കൊല്ലാത്ത പരിപാടി പാടരുത്. ആ നീ വാ മോനാപ്പൂ. എന്താ പ്രശ്നം? ചേട്ടാ എന്തെങ്കിലും ചെയ്യണം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ പഠിച്ചു വെച്ച പാട്ടിന് കയ്യും കണക്കില്ല. ഇത്തവണ അഭിമാളും സ്റ്റേജിൽ കയറരുത്. ഇക്കൊല്ലെങ്കിലും എനിക്കൊരു പാട്ട് പാടണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മുട്ടയിൽ പണി കൊടുത്തല്ലോ. എന്റെ അടുത്താണെങ്കിൽ ഒന്ന് ഇരിപ്പുണ്ട്. അതും തമ്മില് ഏയ് ഇതല്ലടാ, കോഴിമുട്ടയിൽ പണി കൊടുക്കണ കാര്യടാ പറഞ്ഞു. പക്ഷേ ആ നടക്കാതെ പിന്നെ നടന്നാ മതി. ആ മുട്ടയ്ക്ക് 1500 രൂപ. 500 രൂപ എൻ്റെ കമ്മീഷൻ. ആകെ മൊത്തം ടോട്ടല് 2000 രൂപ. അത് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഒരു മുട്ടയ്ക്ക് 2000 രൂപ. ആ അതൊക്കെ വരും. ആ ശരി, സാധനം ഇപ്പൊ കിട്ടും. 2 ഓണം 2 ഓണം 3 ഓണം മുക്കി മൂടി 4 ഓണം നക്കിയും തുടച്ച് അത്തള പുത്ര തവളാച്ചി. അതല്ല, അത്തം ചിത്തിര ജ്യോതി, ബാക്കി ഞാൻ മറന്നുപോയി. ആ നാളെ പോരെ. അതിങ്ങതാണാ. നീ വരുമ്പോ ചക്കക്കുരു വെച്ചിട്ടാണോ? എന്തൊരു നാട്ടാടാ. മാളു ഇളനീർ അത് കൊടുക്കണം. മാളു പകരം തരും. അത് കയറ്റിപ്പിടിക്കും. ആ അത് തന്നെ. എടാ ഞാൻ പോയിട്ട് വരട്ടാ. വൈകിട്ട് 5 മണിക്ക് കരളിൽ വലിയിട്ടുള്ളതാ. കാണണം. ഇതുവല്ല നടക്കോ? ഓ നടക്കും. 2 മണിക്കൂറൊക്കെ ആണല്ലേ പറഞ്ഞു. ഇപ്പൊ 3 മണിക്കൂറായില്ലേ? നമുക്കേ പോയി എടുക്കാം. അയ്യോ സാധനം പോയി. സാധനം കാണില്ല. അതോടെ പോയി. ഈ മുട്ടയും വിരിഞ്ഞ് കോഴി പറന്നു പോയി കാണോ? ആയിക്കൂടെ. സാധനം കാണാനില്ല. ആരെടുത്തോണ്ട് ഇനിയും വരാത്ത തന്റെ ഇനിയും വരാത്ത തന്റെ അലമ്പിന്റെ മുട്ടയാ ഇവരാ. ഈ മുട്ട ഇതലമ്പിന്റെ. തരാട്ടാ ഓംലെറ്റ് ആണോ? നിന്റെ അപ്പനോട് നോക്കടാ. പോടാ പോടാ. അലമ്പ് ഒരുത്തനെ തടഞ്ഞു വരുത്. എന്റെ കാല് വരെ ഞാൻ നിലത്തടിക്കാൻ. വാടാ. എന്ത് പണിയാണ് ഏട്ടാ കാണിച്ചേ? എന്താടാ ചേട്ടത്തിന് മുട്ടയില്ലേ? അതുകൊണ്ടൊരു മുട്ടയും നടന്നില്ല. ഞങ്ങളവിടെ വന്നപ്പല്ലേ അവൻ മുട്ട എടുത്ത് ഓംപ്ലേറ്റ് അടിച്ച് കഴിയുന്നു. അവനൊരു കുഴപ്പമില്ല. നിക്ക് ചോദിക്കട്ടെ, നിങ്ങൾ ആ മുട്ട അവൻ്റെ ഏത് ഭാഗത്താ വെച്ച്? വലത് വലുത് വലുത്. എടുത്താ എടുത്താ എടുത്താ. വലത് വലത് തന്നെ. ആ വലുത് തന്നെ. അതാണ് കുഴപ്പം പറ്റി.
ഇടതുവശത്തല്ലേ വെക്കേണ്ടത്? നിങ്ങൾ കൊണ്ടുപോയി വലതുവശത്ത് വെച്ചിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ ആ ചൊല്ലി തന്ന മന്ത്രം നിങ്ങൾ ചൊല്ലിയായിരുന്നോ? അത് മന്ത്രായിരുന്നാ? ഞാൻ വിചാരിച്ച 5-ാം ക്ലാസ് പദ്യായിരുന്നു. പിന്നെ എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെയാണ് ശരിയാവഞ്ഞ്. അല്ല ഏട്ടാ, നമുക്കൊരു മുട്ടയെ കൂടി സംഘടിപ്പിക്കാൻ പറ്റുമോ? ഒന്ന് പോയടാ, ഇത് ഞാടണ മുട്ടയൊന്നല്ല, 51 ദിവസത്തെ ഭജന കഴിഞ്ഞിട്ട് കിട്ടണ മുട്ടയാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെച്ചെങ്കിൽ 51 ദിവസം കൂടി കാത്തിരിക്കണം. പിന്നെ വേറൊരു വഴിയുണ്ട്. കക്കാടംകുന്നിലൊരു ലാടുണ്ട്, അങ്ങേരുടെ കയ്യിലൊരു മരുന്നുണ്ട്. അതുള്ളിൽ ചെല്ലുന്ന ആളുടെ ശബ്ദം കുറച്ച് ദിവസിക്കാണ്ട് പോകും. സാധാരണ കുറച്ച് ദിവസത്തേക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഭർത്താക്കന്മാരാണ് ഇത് വാങ്ങിക്കണത്. അത് മതി, അത് മതി, അത് മതി, അത് മതി. നിക്ക് പിടക്കല്ലേ, അതിനൊക്കെ കുറച്ച് ചെലവുണ്ട്. ഇതിലൊരു കിണ്ടില്ലല്ലോ. അങ്ങോട്ടുള്ള യാത്ര, ദക്ഷിണ, കുപ്പി, ഷർട്ട്, ഷെട്ടി ഇടണ ചാത്തനാ. നേരത്തെ പറഞ്ഞ കുപ്പി അത് ചാത്തന്മാർക്കുള്ള. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ഞാനിവിടൊക്കെ തന്നെ ഉണ്ടാവും. മരുന്നപ്പം കിട്ടും. കാശ് നാളെ കിട്ടിയാ മരുന്ന് നാളെ കിട്ടും. നാളെ. അതെവിടെ? നാളെ.